അലമാറി എന്നൊരു ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്. തൊപ്പി MRS ഗ്യാങ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഏറിൽ കയറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണല്ലോ. ഗുരുതര ആരോപണങ്ങളായിരുന്നു അന്ന് തൊപ്പിക്കെതിരെ മമ്മും ഷമീറും കൂടി ഉന്നയിച്ചത്. അവർ പറഞ്ഞത് പ്രകാരം തൊപ്പി ഒരു മയക്കുമരുന്ന് അടിയനാണ്, പെണ്ണു പിടിക്കുന്നവനാണ്, പ്രായപൂർത്തിയാകാത്തവരെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്യും, മുഖത്തിട്ടടിക്കും, പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം വരെ അലക്കിപ്പിക്കും, ഇങ്ങനെയുള്ള വൃത്തികെട്ട ആരോപണങ്ങളായിരുന്നു വന്നിരുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം തൊപ്പി അവർക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിലേറ്റവും ഹൈലൈറ്റ് ആയ ഒരു കാര്യമായിരുന്നു മമ്മുവും ഷമീറും കൂടിയുള്ള ഒരു വൃത്തികെട്ട വീഡിയോ. അത് പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പോലീസ് തൊപ്പിക്കും ഗ്യാങ്ങിനെതിരെ അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിച്ചേക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്ന് തൊപ്പിനെ പറ്റി ന്യൂസിൽ വന്ന ആരോപണങ്ങളും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്. ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും. തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിയിപ്പിക്കും, മുഖത്തൊക്കെ തൊപ്പി അടിക്കും. ഒപ്പം സ്ത്രീകൾക്ക് പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഒക്കെ തൊപ്പി കേട്ടില്ലേ? ഇത്രയും വൃത്തികെട്ട ആരോപണങ്ങളായിരുന്നു തൊപ്പിക്കെതിരെ വന്നത്. തൊപ്പി ഷമീറിനും മമ്മുവിനും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഡിഫമേഷനും ക്രിമിനൽ കേസൊക്കെ ചേർത്തിട്ടാണ് കേസ് കൊടുത്തത്. തൊപ്പിനെ പറ്റി പല വിവാദങ്ങൾ വന്നെങ്കിലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായതായിരുന്നു പെണ്ണ് കേസ്. പെണ്ണ് കേസാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വേറെ ഏത് കേസിൽ പെട്ടാലും നമുക്ക് ഊരിപ്പോരാ. പെണ്ണ് കേസിൽ പെട്ടാൽ കേസിൽ നിന്ന് ഊരിപ്പോരാനും പാടാണ്, എന്നാൽ ചീത്തപ്പേര് പോകുകയുമില്ല. നാട്ടുകാർ നമ്മളെ ആ കണ്ണോടെയല്ലേ കാണുകയും ചെയ്യുള്ളൂ. തൊപ്പി അതിനെതിരെ ഒരു എക്സ്പ്ലനേഷനുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണോ എന്ന് പറയട്ടെ, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ. എന്തെങ്കിലും പരാതി ഉണ്ടോ? ആർക്കെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടോ? തൊപ്പി ചോദിക്കുന്നത് തനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ നടത്താതെ ഏതെങ്കിലും പെൺകുട്ടികൾ ലൈംഗിക കേസുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് പ്രകാരം അത് ന്യായമാണ്. കാരണം പല കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു പെൺകുട്ടി പോലും ലൈംഗിക കേസുകളുമായി രംഗത്ത് വന്നിട്ടില്ല. പിന്നെ തൊപ്പിക്കെതിരെ ഓഡിയോ ക്ലിപ്പുകൾ ലീക്കായിരുന്നല്ലോ. അതിനെതിരെ തൊപ്പി പറയുന്നത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്നും ഇന്നത്തെ കാലത്ത് ഒരാളെ ചതിക്കണമെങ്കിൽ ഇതൊക്കെ നിസ്സാരമാണ് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂട്ടി വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തൊപ്പി മമ്മൂനും ഷമീറിനെതിരെ റിയാക്ട് ചെയ്യുന്നു, അവർ രണ്ടുപേരും കൂടി ചേർന്ന് തൊപ്പിക്കെതിരെ റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം നാറും, അല്ലാതെ ഇതിൽ കൂടുതൽ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.